യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. ഹാലേലൂയ. രക്ഷകനെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് എണ്ണമില്ലാത്ത നന്മകളാ ദൈവം നമ്മെ നിറച്ച് പരിപാലിക്കുന്ന, അതിശയമായി അത്ഭുതമായി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുനിമിഷം നമ്മെ നടത്തി പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയെത്തിരും. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി, വീന്ന ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു അത്രേ. ഹല്ലേലൂയ. ഞാനാകുന്നു എന്ന് അറിയിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് ഈ പകൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരും. ആ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമാറാകട്ടെ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുക. സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. സ്തോത്രം. അതേ 2025 8ാം മാസത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ഏറെ നാളായി കണ്ണുനീരോടും പ്രാർത്ഥനയോടും ആയിരുന്ന ചില വിഷയങ്ങളുടെ നടുവേ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടുന്ന മാസമത്രേ. ഹല്ലേലൂയ. നീ ആരും അറിയാതെ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കാണുമായിരിക്കാം, കണ്ണുനീരോട് പ്രാർത്ഥിച്ച വിഷയങ്ങൾ കാണുമായിരിക്കാം, മറ്റാരും കാണണ്ട എന്ന് വിചാരിച്ച് ഹല്ലേലൂയ മുഖം മറച്ചു പിടിച്ച് കരഞ്ഞ ഒത്തിരി വിഷയങ്ങൾ കാണുമായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ളവർ കാണിക്കുക നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തമ്മിൽ വെളിപ്പെടുത്താൻ പോകുക. രഹസ്യമായി നീ ദൈവസ്ഥന് വെച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി പരസ്യമായി ദൈവം തന്ന് നിന്നെ മാനിക്കുവാനായിട്ട് ഇടയെത്തിര. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ ഈ 8ാം മാസത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിര. അങ്ങനെയൊക്കെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഹല്ലേലൂയ ഉറപ്പോടും കൂടി ആയിരിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പൽക്കാലം മുതൽ അസാധ്യമായ മേഖലയ്ക്കകത്ത് സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. അതേ നസ്രനായ യേശുവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തിര. വിശ്വാസത്തോടു കൂടി ആയിരിക്കുക. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ ഇടയണം. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ നാം ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ വന്ന് സെഖരിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ സെഖരിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഏതൊക്കെ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. സ്തോത്ര. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതനോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. നീ ഹല്ലേലൂയ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി. ഹല്ലേലൂയ. സ്തോത്ര. ചിലത് നീ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു എന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഒരു തലമുറയ്ക്ക് വേണ്ടി ആയിരുന്നു. സ്തോത്രം. ഒരു തലമുറ ഇല്ലാത്തതായിരുന്നു അവരുടെ വിഷയം. എന്നാൽ ആ വിഷയത്തിന്റെ മറുപടിയെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ
കുഞ്ഞെ, നീ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ തരുവാനായിട്ട് ഇടയെത്തിരും. ഈ 8-ാം മാസം വിശ്വസിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ചില ദൈവിക വാഗ്ദത്തങ്ങൾ, ചില ദൈവിക വിടുതലുകൾ, ചില കാത്തിരിപ്പിന്റെ മറുപടികൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കരത്തിൽ സ്വർഗത്തിലെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരാ. നിങ്ങൾ അതിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, ഒരു നിന്ദയുടെയും പരിഹാസത്തിന്റെ നാളുകൾ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. ആ നാളുകൾ കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ ഒരു വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ കിടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. സ്തോത്രം. പ്രിയതേ മക്കളെ, ഒരു കാലം കഴിഞ്ഞിട്ട്, സ്തോത്രം, അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു കാലം ഉണ്ടായിരുന്നു. നിന്ദയും പരിഹാസവും ഒക്കെ കേൾക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. അവിടേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു സൈഡിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അവർ ഭാരപ്പെടുമ്പോ, ഒരു മച്ചി എന്ന പേരിൽ അവർ വേദനിക്കുമ്പോ, പരിഹാസങ്ങൾ അനുഭവിക്കുമ്പോഴും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആരായിരുന്നു എന്ന് 6-ാം വാക്യത്തെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരാ, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലോ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നാം ദൈവസന്നി വിശ്വസ്തയോടെ നടന്നു കഴിഞ്ഞ, നാം ദൈവത്തിന്റെ സന്നി കുറ്റമില്ലാതെ നടക്കുവാൻ തയ്യാറായ, നിന്റെ പ്രാർത്ഥനകൾക്ക്, നിന്റെ യാചനകൾക്ക് സ്വർഗത്തിലെ ദൈവം മറഞ്ഞിരിക്കുകയില്ല. നിനക്ക് മറുപടി തരുവാനായിട്ട് ഇടയെത്തിരാ. എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയെത്തിരാ. എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈമിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും തടഞ്ഞു കളയുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ, സ്തോത്ര, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരാ. കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം നിന്നോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം മറുപടി തരും. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം നിനക്ക് മറുപടി തരുന്നത്, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം നിനക്ക് മറുപടി തരുന്നത് സകലത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന, ഹല്ലേലൂയ, ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, നിനക്ക് മറുപടി തരും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ നാളുകൾ കഴിഞ്ഞ ശേഷം അവിടെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഈ വേദന ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രിയ ദൈവമക്കളെ, അവരുടെ അകത്തളത്തിൽ ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ട്. സ്തോത്ര. കാരണം എന്താ? മനുഷ്യരുടെ ഇടയിൽ ഒരു നിന്നയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവിന്റെ സന്നി വേല ചെയ്യുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ സന്നി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നീ നിന്ദിക്കപ്പെട്ടിരിക്കുവാൻ ദൈവം എന്നും അനുവദിക്കത്തില്ല. നിന്റെ നിന്നയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നിന്ന മാറ്റുവാൻ കടാക്ഷിക്കുന്ന ഒരു ടൈമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. നിന്റെ നിന്നയെ ദൈവം തമ്മിൽ ഉരുട്ടി മാറ്റുവാനായിട്ട് ഇടയെ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുക കർത്താവ് എന്നെ കടാക്ഷിച്ച നാള്. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക. കർത്താവിന്റെ കടാക്ഷം എന്റെ മേൽ വെളിപ്പെടാൻ പോകുക. കർത്താവിന്റെ കടാക്ഷം എന്റെ തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോകുക. കർത്താവിന്റെ കടാക്ഷം എന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടാൻ പോകുക. കർത്താവിന്റെ കടാക്ഷം എന്റെ ശുശ്രൂഷ മേൽ വെളിപ്പെടാൻ പോകുക. എല്ലാ പ്രതികൂലങ്ങളും മാറാൻ പോകുക. കാത്തിരിപ്പിന്റെ കാലങ്ങൾ കഴിയാൻ പോകുക. നിന്ദിക്കപ്പെട്ട എന്റെ കാലങ്ങൾ കഴിഞ്ഞു പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോ ചില ദൈവിക പ്രവർത്തികൾ, ഹല്ലേലൂയ, ചില ദൈവിക വിടുതലുകൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം.
നിന്റെ കൂടാരം യഹോവയെ സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ. നീ യഹോവയിൽ ഒന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ ചില ദൈവിക പ്രവർത്തികളെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ആ ഒരു മറുപടിയുടെ ഫലം എന്താണ് എന്ന്, ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു ടൈം ഒത്തിരി വേദന ഉണ്ടായി കാണാം, നിന്ദകൾ കേട്ട് കാണും, പരിഹാസങ്ങൾ കേട്ട് കാണാം, ഒറ്റപ്പെടന്റെ അനുഭവങ്ങൾ കടന്നു വന്ന് കാണാം, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. പക്ഷേ ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അവിടെ വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇത് കരയുവാനും ഭാരപ്പെടുവാനും പ്രയാസപ്പെടുവാനൊക്കെ ഒരു സമയം, ഒരു പീരീഡ് കർത്താവ് വച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, അതിന്റെ മറുപടി വന്നു കഴിയുമ്പോ പിന്നെ നീ അതിനെ ഓർത്ത് കരയേണ്ടി വരികയില്ല, അതിനെ ഓർത്ത് നീ നെടുവീർപ്പിടേണ്ടി വരികയില്ല, അതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ടി വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് അവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ചില പ്രാർത്ഥനയുടെ ഉത്തരം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോ നീ അതിൽ സന്തോഷിക്കത്തക്ക രീതിയിൽ, ഉല്ലസിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം തമ്മിൽ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. നിനക്ക് സന്തോഷിക്കുവാൻ കഴിയാത്തൊരു സമയം ഉണ്ടായിരുന്നു കാണുമായിരിക്കാം, ഉല്ലസിക്കാൻ കഴിയാത്തൊരു സമയം ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. പക്ഷേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമ്പോ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമ്പോ, പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷം വെളിപ്പെടാ, നിന്റെ ജീവിതത്തിനകത്ത് ഉല്ലാസം വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗത്തിലെ ദൂതന്മാർ നിന്റെ ഭവനത്തെ വിസിറ്റ് ചെയ്യുന്ന പകൽക്കാലം അത്രേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അതെ, ഒരു കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. നീ കരയുവാനുള്ള കാലം കഴിഞ്ഞു, നീ കണ്ണുനീരോടായിരുന്ന ഒരു കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എന്നുള്ള ചോദ്യങ്ങളുടെ മുമ്പാകെ നിന്നൊരു കാലം കഴിഞ്ഞു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് എന്റെ കർത്താവിന്റെ ദൂതൻ, ഹല്ലേലൂയ, നിന്റെ ഭവനങ്ങളുടെ അകത്തേക്ക് വിസിറ്റിംഗ് ചെയ്യുന്ന പൽക്കാലം അത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോ അവിടെ കാണുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കും. ഹല്ലേലൂയ. നീ ചോദിക്കുന്നില്ലേ, എനിക്കെന്നൊന്ന് സന്തോഷിക്കുവാൻ കഴിയാ, എനിക്കെന്നൊന്ന് ഉല്ലസിക്കുവാൻ കഴിയും കർത്താവേ എന്ന് നെടുവീർപ്പിന്റെയും കണ്ണുനീരിന്റെ നടുവേ നീ കർത്താവിനോട് വാവിട്ട് ചോദിക്കുന്നില്ലേ? ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് സന്തോഷിക്കത്തക്ക രീതി, നിനക്ക് ഉല്ലസിക്കത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ, ഹല്ലേലൂയ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടി, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഒത്തിരി വേദനകൾ അവരുടെ ജീവിതത്തിൽ വന്ന സന്ദർഭങ്ങൾ കാണും. നീ ശുശ്രൂഷിക്കുന്നില്ലേ, നീ ദൈവസേന നടക്കുന്നില്ലേ, എന്റെ ഇത്രയും വാർദ്ധക്യത്തിലായിട്ട് അവിടെ വചനത്തിൽ കാണുന്നു, എലിസബത്ത് മച്ചിയായിരുന്നകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. സ്തോത്രം. നല്ലൊരു കാലം മുതൽ അവർ ഒത്തിരി വേദന അനുഭവിച്ച് കാണും പ്രിയ ദൈവമക്കളെ. ഇപ്പോൾ വയസ്സായും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവം തമ്പുരാൻ മറുപടി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ചില മറുപടികൾ വൈകിയെന്ന് വിചാരിച്ച് ഭാരപ്പെടരുതേ. അതിന്റെ മഹത്വം വലുതായിരിക്കും. സ്തോത്ര. അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കത്തക്ക രീതിയിലായിരിക്കാം. അല്പം നീ കരയേണ്ടി വന്നുവെങ്കിൽ, അല്പം നീ വേദനിക്കേണ്ടി വന്നുവെങ്കിൽ, അതിന്റെ മറുപടി നിന്റെ ജീവിതത്തിനകത്ത് ലഭിക്കുമ്പോ നീ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുവാനായിട്ടിടയത്തില്ല. നീ എത്രത്തോളം കരയുവാനായിട്ടിടയത്തുന്നോ അതിന്റെ 10 മടങ്ങ് ആ നന്മയെ ഓർത്തുകൊണ്ട്, ആ പ്രാർത്ഥന കരഞ്ഞ വിഷയത്തിന്റെ മറുപടി ഓർത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോ നീ അത് ഏറ്റവും അധികം സന്തോഷിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നീ അതിനെ ഓർത്ത് പിന്നെ കരയേണ്ടി വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കും. ഹല്ലേലൂയ. അങ്ങനെ 8-ാം മാസത്തിൽ നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സ്തോത്ര. നീ സന്തോഷിക്കത്തക്ക രീതിയിൽ, ഉല്ലസിക്കത്തക്ക രീതിയിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോകുക. ഇത് ഉത്തരമില്ലാത്ത ഒരു കാലമല്ല. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാത്ത കാലമല്ല, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്ന കാലമത്രേ. ഹല്ലേലൂയ.
പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്ന ഒരു കാലമത്രേ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അത് റിസീവ് ആക്കി എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിച്ച് എടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില അസാധ്യമായ മേഖലകൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. ദൈവമേ, ആരാണോ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു അവർ മാത്രം സന്തോഷിക്കുകയല്ല, നീ മാത്രം സന്തോഷിക്കുകയല്ല. നിനക്ക് മറുപടി എന്തേ എന്ന് ചോദിച്ചവർ ഒത്തിരി പേര് കാണുമാണ്, നിന്നെ നിന്ദിച്ചവർ ഒത്തിരി പേര് കാണുമായിരിക്കാം. അവിടെയൊക്കെയും സന്തോഷിക്കത്ത രീതി അവിടെ വചനത്തിൽ കാണുന്നു, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അല്പം കരയേണ്ടി വന്നുവെങ്കിലും ചില മറുപടികൾ കാണുമ്പോൾ അനേകം പേർ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരുമെങ്കിൽ അത് എത്രയോ വലിയൊരു ഭാഗ്യമത്രേ. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കണ്ടു പലരും സന്തോഷിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ കണ്ടുകൊണ്ട് അനേകം പേർ സന്തോഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം മുതൽ ചലിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചു തുടങ്ങ്. അത്ഭുതങ്ങളുടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതേ വാർദ്ധക്യത്തിലായിരുന്ന എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ദൈവം ഉരുവാക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ മുമ്പിൽ നിന്ന് അസാധ്യമായി നിൽക്കുന്നത് അത് വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുക. മറകൾ മാറുവാനായിട്ട് ഇടയത്തിരും, മൂടിവെക്കപ്പെട്ട മേഖലകൾ മാറുവാനായിട്ട് ഇടയത്തിരും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൊട്ടി പുറത്തു വരുന്ന ഒരു സമയമത്രേ. ഹല്ലേലൂയ. നാം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താ? ഹല്ലേലൂയ. നമുക്കത് വൈകിയെന്ന് തോന്നുന്നുവെങ്കിലും എന്റെ ദൈവത്തിന്റെ ഒരു റൈറ്റ് ടൈം ആയിരുന്നു. കാരണം യേശു കർത്താവിന്റെ ജനനത്തിന് മുമ്പാകെ വഴി ഒരുക്കേണ്ടവനായിരുന്നു യോഹന്നാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നിന്നെ കാത്തിരിക്കുവാൻ കർത്താവ് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാത്തിരിപ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ വിടുതൽ തന്ന് നിന്നെ മാറ്റുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്ന, മറിച്ച് ആരുടെ ജീവിതത്തിൽ കൊടുക്കാത്ത, ആരുടെ ജീവിതത്തിൽ ഇടപെടാത്ത രീതിയിൽ ഒരു ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി എത്രേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് അത്രത്തോളം ഹല്ലേലൂയ ഉയർച്ച കാണും. ഹല്ലേലൂയ. നിന്റെ ബുദ്ധികൾക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. അതേ വാർദ്ധക്യത്തിലും ഹല്ലേലൂയ നിന്ദയുടെ പരിഹാസത്തിന്റെ ടൈമിലും കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സുഷ്കാന്തിയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അതിൽ പലരും സന്തോഷിക്കത്തക്ക രീതിയിലായിരുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വഴി ഒരുക്കേണ്ടവൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ രാത്രി പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് ഒരു മഹത്വം ഉണ്ടായിരിക്കും. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് ഹല്ലേലൂയ ഒരു അത്ഭുതം ഉണ്ടായിരിക്കും. സ്തോത്രം. അടുത്തിരിക്കുന്നവർ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കടന്നു പൊയ്ക്കൊള്ളട്ടെ. അതോർത്ത് നീ ഭാരപ്പെടണ്ട. അവരെല്ലാം വിടുതൽ പ്രാപിച്ചല്ലോ കർത്താവേ, എനിക്ക് മാത്രം എന്തേ വിടുതലില്ലാത്ത എന്നോർത്ത് നീ നെടുവീർപ്പിടണ്ട, എന്നോർത്ത് നീ ആകുലപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് കൊടുത്ത വിടുതലല്ല, അവർക്ക് കൊടുത്ത മറുപടിയല്ല കർത്താവ് നിന്റെ ജീവിതത്തിൽ തരാൻ പോകുന്നത്. അവരുടെ കൊടുത്തതിനേക്കാൾ അപ്പുറമായിട്ട് പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ, നീ പിന്നെ അതിനെ ഓർത്ത് കരയുവാൻ ഇടയാകാത്ത രീതിയിൽ എന്റെ കർത്താവിന്റെ കര നിനക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ കർത്താവിന്റെ സന്നിധി വലിയവനാക്കും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് സ്തോത്രം തിരിച്ചു വരുത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, പൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നീ കരഞ്ഞതും പ്രാർത്ഥിച്ചതും വൃതമായി തീരുകയില്ല. സ്തോത്ര. കാരണം എന്താ? നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരുമ്പോ നീ പിന്നെ അതിനോർത്ത് ദുഃഖിക്കേണ്ടി വരികയില്ല. അത് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പടവുക താണ്ടി പോകുന്നത് കണ്ട് നിന്റെ സന്തോഷം ഇരട്ടിയായി വർദ്ധിക്കത്തക്ക രീതി, നിന്റെ ഉല്ലാസം 10 മടങ്ങ് വർദ്ധിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ നിന്റെ കണ്ണിൽ നിന്ന് പിന്നെ കണ്ണുനീര് വരുവാനിട
ഇടയാകാതെ എന്റെ കർത്താവിന്റെ കരം അതിനകത്ത് ചലിക്കുവാനായിട്ട് ഇടയത്തിന് കാരണം എന്താ? നീ ഒത്തിരി കണ്ണുനീർ ഒഴിച്ച വിഷയമായിരിക്കാം, നീ ഒത്തിരി ഉപവസിച്ച വിഷയമായിരിക്കാം, നീ ഒത്തിരി ദൈവസ്വനി നെടുമ്പാട് വീണ വിഷയമായിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, അതിനെ ഓർത്ത് നീ പിന്നെ കരയേണ്ടി വരികയില്ല, അതിനെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരികയില്ല, അതിനെ ഓർത്ത് നീ നെടുവിൽപ്പിടേണ്ടി വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ദൈവസ്വനി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അല്പം വൈകിയെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അത് ശ്രേഷ്ഠതയോട് കൂടി, ഹല്ലേലൂയ, അതിൻ്റെതായ മഹത്വത്തോട് കൂടി, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരാ. അങ്ങനെ ഈ 8-ാം മാസത്തിൽ വിശ്വസിക്ക. നിന്റെ ഭവനം ഉല്ലസിക്കാൻ പോകുക, നിന്റെ ഭവനം സന്തോഷിക്കാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് നടന്ന ചില വിടുതൽ കണ്ട് പലരും സന്തോഷിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ ഒരു കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഇനി നീ വിടുതൽ പ്രാപിക്കുന്ന ഒരു ടൈം അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ദാമച്ചി എന്ന് പറഞ്ഞവൾ 6-ാം മാസം എന്ന് പറഞ്ഞ് അവിടെ കാണുവാൻ തിരുവചനത്തിൽ കാണുന്നു, പേരിനെ മാറ്റിയതായ ഒരു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ആ നാളുകൾ കഴിയും. പ്രിയ ദൈവമക്കളെ, നിന്റെ കരച്ചിന്റെ ഒരു കാലം കഴിയും. ഹല്ലേലൂയ. അതേ സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവിടെ ഇറങ്ങുവാനായിട്ട് ഇടയത്തിന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഓരോന്നായി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ നന്മ കണ്ടു പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ, നിന്റെ ഉയർച്ച കണ്ടു പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ, നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങളെ, ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ കണ്ട് പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഈ 8-ാം മാസത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞ എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതേ സ്തോത്രം. നിന്നിൽ മാത്രം ഒതുങ്ങിയല്ല, നിന്റെ വിടുതൽ മറ്റുള്ളവരിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അത് വ്യാപരിക്കുവാനായിട്ട് ഇടയത്തിര. നിന്റെ നന്മ കണ്ടുകൊണ്ട് അസൂയപ്പെടുമെന്നല്ല, നിരാശപ്പെടുമെന്നല്ല, അതെ നിന്റെ നന്മ കണ്ടുകൊണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കണ്ടുകൊണ്ട് പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് ചില വിടുതലുകൾ ഹല്ലേലൂയ അതെ കരച്ചിലുകൾ മാറുവാൻ, നിന്ദകളെ മാറുവാൻ തക്കവണ്ണം, അതെ നിന്റെ താഴ്ചകൾ മാറത്തക്ക രീതി എന്റെ ദൈവത്തിന്റെ ഉത്തരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം മുതൽ ചലിക്കാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്ക. ദൈവവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ. നീ കാത്തിരുന്നത് വൃഥമായി എന്ന് പറഞ്ഞവരുടെ നടുവിൽ കാത്തിരിപ്പിന്റെ മറുപടികൾ, കാത്തിരിപ്പിന്റെ മറുപടികൾ. കഴിഞ്ഞ 7 മാസം നീ കാത്തിരുന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി കരഞ്ഞ വ്യക്തിയായിരിക്കാം, എന്തേ എവിടെ മറുപടി എന്ന് ചോദിച്ചു കാണുമായിരിക്കാം. നിന്റെ പ്രതീക്ഷകൾ ചിലപ്പോൾ അസ്തമിച്ചു പോയി കാണുമായിരിക്കാം. ഇനി മറുപടി ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള സ്വാഗതത്തിലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, 7 മാസത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് 8-ാം മാസത്തിൽ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റിംഗ് നിന്റെ ഭവനത്തിനകത്തുണ്ടാകാൻ സെഖര്യാവേ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞതുപോലെ ഈ പകൽക്കാലം ഹല്ലേലൂയ ഈ പുതിയൊരു മാസത്തിലേക്ക് കയറിയല്ലോ എന്നോർത്ത് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാം, ചില വിടുതലുകൾ കാണുവാൻ കഴിയുമോ എന്ന് നീ ചോദിക്കുമ്പോ ഈ പൽക്കാല പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭയത്തെ മാറ്റിക്കൊണ്ട്, നിന്റെ നിരാശകളെ മാറ്റിക്കൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അരുണോദയ പുത്രനായിരിക്കുന്ന എന്റെ യേശു കർത്താവിന്റെ കരം ഹല്ലേലൂയ നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നിന്റെ ഭവനത്തിനകത്തുനിന്ന് ചില നെടുവീർപ്പുകളെ ഹല്ലേലൂയ ഓരോ പ്രാവശ്യം വചനവും ബൈബിളും എടുത്തുകൊണ്ട് തിരിയുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കർത്താവെ ഒരു വിടുതൽ കിട്ടുമോ? ഒരു സൈഡിൽ നിന്ദിക്കപ്പെടുന്നുണ്ട്,
ഹല്ലേലൂയ. നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റുന്ന ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കടാശം യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ ചലിക്കാൻ പോകിയ പ്രിയ ദൈവമക്കളെ, നീ ഏത് വിഷയത്തിനകത്താണ് നിന്ദിക്കപ്പെട്ടത്, ആ വിഷയത്തിന്റെ ഉത്തരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. നിന്നെ അനുഭവിച്ചപ്പോ നീ ദുഃഖിച്ചു കാണും, പക്ഷെ അതിൽ 10 മടങ്ങ് നീ സന്തോഷിക്കത്ത രീതിയിൽ, നീ ഉല്ലസിക്കത്തക്ക രീതിയിൽ ഒരു ടേൺ റൂട്ട് മാറ്റി എഴുതുന്നത് പോലെ എന്റെ കർത്താവിന്റെ കരം യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. നീ കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവസേനയിൽ നിന്നിരുന്നത് ഓർത്ത് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ കരം. ഹല്ലേലൂയ. അവിടെ തിരുവചനത്തിൽ കാണുന്നു, അവന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് സ്തോത്രം. പ്രിയതേ മക്കളെ, നാം ചെയ്യേണ്ടത് 7 മാസം ചെയ്ത് കാണുമായിരിക്കാം. കർത്താവിന്റെ സന്നി ഉപവസിച്ച് കാണും, പ്രാർത്ഥിച്ച് കാണും, കർത്താവിന് വേണ്ടി കൈത്താങ്ങാൻ നിന്ന് കാണുമായിരിക്കാം. പക്ഷെ ഈ 8-ാം മാസത്തിൽ വിശ്വസിക്കുക, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ട്. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് ഈ 8-ാം മാസം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവെ, ഞാൻ നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ എന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് കർത്താവിന്റെ ദൂതനെ ഈ പകൽക്കാലം എന്റെ ഭവനത്തിനകത്ത് അയക്കണമേ. ഹല്ലേലൂയ. എനിക്ക് സന്തോഷിക്കത്തക്ക രീതിയിൽ, എനിക്ക് ഉല്ലസിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ കൃപ ചലിക്കണമേ എന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ കടാശം വെളിപ്പെടും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. സ്തോത്ര. ചില കയ്പിന്റെ അനുഭവങ്ങളെ, ചില മാറയുടെ അനുഭവങ്ങളെ നീ കുടിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനെ മാറ്റുവാൻ കഴിയുന്ന ഹല്ലേലൂയ, നീ എത്രത്തോളം കയ്പ് കുടിച്ചുവോ, എത്രത്തോളം നീ വേദന അനുഭവിച്ചോ, അതിന് ഇരട്ടിയായി നീ സന്തോഷിക്കത്തക്ക രീതിയിൽ, ഇരട്ടിയായി നീ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. നിന്നിൽ മാത്രം സന്തോഷം ഒതുങ്ങിയല്ല, അത് നിന്റെ കൂടെ ഉള്ളവരിലേക്ക് വ്യാപരിക്കത്തക്ക സന്തോഷം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പറയുന്നവർ കാണുമായിരിക്കാം, അവർ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എന്നിട്ട് അവരുടെ ജീവിതത്തിൽ മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നിന്നോടൊപ്പം ദുഃഖിക്കുന്നവർ നിന്റെ കൂടെ കാണുമായിരിക്കാം, നിന്നോടൊപ്പം സങ്കടങ്ങൾ പറയുന്നവർ കാണുമായിരിക്കാം. എന്നാലും നിന്റെ വിഷയത്തിനകത്ത് ഇതുവരെ മറുപടി ഇല്ലല്ലോ. പ്രിയ കുഞ്ഞെ, ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, അവർ കൂടെ നിന്റെ കൂടെ നിന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ, നിന്റെ വിടുതൽ ലഭിക്കുമ്പോൾ അവർ മാറിപ്പോകാനല്ല, അവർ കൂടെ നിന്റെ കൂടെ നിന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ നീ കാത്തിരുന്നത് വൃതമായി തീർന്നില്ല. നീ നിന്നെ അനുഭവിച്ചതിനെ ഹല്ലേലൂയ ഒരു മറുപടി വെളിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ഈ 2025 8-ാം മാസത്തെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവ നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങും. ഹല്ലേലൂയ. നീ ചിലതിനെ കാണുവാൻ തയ്യാറായിക്കൊള്ളുക, നീ ചിലതിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അതെ, ഇനി ഇതൊന്നും നടക്കത്തില്ല, ഇനി ഒരു വിടുതലൊന്നും ലഭിക്കത്തില്ല, എന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി, എന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ഞാൻ പ്രതീക്ഷിച്ച ടൈമുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി കഴിഞ്ഞു പോയി എന്നോർത്ത് നീ നെടുർപ്പിടാതെ ചിലതിനെ റിസീവ് ചെയ്യുവത്തക്കവണ, ചിലതിനെ സ്വീകരിക്കുക, ചില പ്രാർത്ഥനയുടെ മറുപടികൾ സ്വീകരിക്കത്തക്ക രീതി നിന്റെ ഭവനത്തിന്റെ അങ്കണത്തെ ഒരുക്കി കൊടുക്ക, നിന്റെ ഹൃദയത്തെ ഇതിനായി ഒരുക്കി കൊടുക്ക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ഭവനത്തിനകത്ത് വന്ന് മുട്ടുന്ന ടൈം അത്രേ. ഹല്ലേലൂയ. നീ തുറക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ചിലതിനെ ധരിക്കുവാനായിട്ടിടയത്തിനും അതിൽ നീ സന്തോഷിക്കുവാനായിട്ടിടയത്തിനും. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത കാലങ്ങൾ കഴിഞ്ഞു പോയി, ആ നാളുകൾ കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുക. ഇനി നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഓരോന്നായി വെളിപ്പെടുന്ന സമയമത്രേ, നിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നായി നിറവേറുന്ന സമയമത്രേ. അതിനായി കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഹരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറഞ്ഞ കർത്താവേ, അപ്പാ സ്തോത്രം കർത്താവേ. ഈ വചനം കർത്താവേ 8-ാം മാസത്തിന്റെ ആരംഭത്തിൽ തന്റെ ജനത്തിന്റെ മേൽ അടിയും പകർന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ കഴിഞ്ഞ നാളുകൾ കർത്താവിനെ മറക്കത്തക്ക
ഉണ്ടാകത്തക്ക രീതിയിൽ കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞു പോയി. ഇനി സന്തോഷവും ഉല്ലാസവും ഉണ്ടാകത്തക്ക രീതിയിൽ ഇവര് നിന്ദിക്കപ്പെട്ട വിഷയങ്ങളുടെ നടുവ്, ഇവര് വേദന അനുഭവിക്കപ്പെട്ട വിഷയങ്ങളുടെ നടുവ്, ഇവര് കരഞ്ഞ, ഇവര് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യത്തിൽ എന്റെ കർത്താവിന്റെ ഉത്തരം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ കർത്താവേ. അപ്പൊ അവർക്കുള്ള മറുപടിയുമായിട്ട് കർത്താവിന്റെ ദൂതന്റെ വിസിറ്റിംഗ് കർത്താവേ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെ ഈ പകൽക്കാലം മുതൽ ചലിച്ചു തുടങ്ങട്ടെ കർത്താവേ. ഇവര് സന്തോഷിക്കട്ടെ കർത്താവേ, ഇവര് ഉല്ലസിക്കട്ടെ കർത്താവേ. ഇവരുടെ നന്മ കണ്ട്, ഇവരുടെ വിടുതൽ കണ്ട് പലരും സന്തോഷിക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്നെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. വേദനയോടും ഭാരത്തോടും പ്രയാസത്തോടും കണ്ണുനീരോട് എന്ന് കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് നടുവേൽ എന്റെ കർത്താവിന്റെ ഉത്തരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അപ്പാ മനുഷ്യരുടെ ഇടയിലുള്ള നിന്ദകളെ നീക്കുക. യഹോവയുടെ കടാക്ഷം കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. നിന്ദകളെ മാറ്റി സന്തോഷത്തെ ഉടിപ്പിക്കുന്ന കർത്താവിന്റെ കരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.